വീട്ടിലെത്തിയ പാർവതിയോട് പാഴ്വസ്തുക്കൾ നിറച്ചിട്ടിരിക്കുന്ന മുറി തൂത്തു തുടച്ച് വൃത്തിയാക്കാൻ പ്രഭാവതി അമ്മ ആവശ്യപ്പെട്ടു. പാറ്റയും എലിയേയും ഒക്കെ അടിക്കുന്ന ആ കീടനാശിനിയുടെ ഗന്ധമേറ്റ് അത് ശ്വസിച്ച് പാർവതി കുഴയും. ശ്വാസതടസ്സവും വൊമിറ്റിങ്ങും BP ഒക്കെ കൂടി അവള് വലയും. കുടിക്കാനാണേൽ അവിടെ ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ. ദാഹിച്ച് വലഞ്ഞ് അവൾ അതും കൂടെ കുടിക്കുമ്പോഴുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവളിന്ന് നരകം കാണും. വെറും നരകങ്ങളല്ല, പുരാണങ്ങളിൽ പറയുന്നത് പോലെ 28 നരകങ്ങളും അവള് കാണും. അപ്പോ ഇന്നവള് ചത്തു തൊലയുന്നു ഉറപ്പായി. ഭാഗ്യം നമ്മളോടൊപ്പമാണെങ്കിൽ അവള് ചാവുന്ന തന്നെ എന്റെ പ്രതീക്ഷ. അവളെ അവിടെ നിന്ന് ആരും വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുമില്ല. അവള് ചാവും. ഇത്തവണ അവൾ എന്തായാലും ചത്തിരിക്കും. അതോ അന്ന് കർപ്പൂരത്തിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് പോലെ ആവോ? അന്ന് അവൾക്ക് എന്തോ ഭാഗ്യം ഉണ്ടായതുകൊണ്ടാ അവള് രക്ഷപ്പെട്ടത്. അല്ലറിയ, അപ്പോ അങ്ങനെ വല്ല ഭാഗ്യവും അവളെ അനുഗ്രഹിക്കോ? ഞാൻ പറഞ്ഞില്ലേ ജിതിൻ, അതിന് യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതായത് നാളെ നേരം വെളുക്കുമ്പോ പാർവതിയുടെ മരണവാർത്ത അറിയാൻ സാധിക്കുമെന്ന് സാരം. അതെ, ഏതായാലും ഈ രാത്രി കഴിയും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാർവതി ചാവുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പ്രഭാവതി അമ്മയായിരിക്കുമല്ലോ. അവര് സന്തോഷിക്കും. പക്ഷെ മിക്കവാറും ആ സന്തോഷം അധികം വൈകാതെ ദുഃഖമായിട്ട് മാറും. അതിനുള്ള വഴിയാ ഞാൻ മനസ്സിൽ കാണുന്നത്. അല്ല, അതിനർത്ഥം അവർക്കും നീ ഒരു കെണി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നല്ലേ? അവരെ നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ജിതിൻ? അവരെയും കൂടെ ഒതുക്കിയാലല്ലേ സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ വന്ന് ചേരൂ. അതിനുവേണ്ടി എന്ത് പദ്ധതിയാ നീ മനസ്സിൽ കണ്ടിരിക്കുന്നത്? സിമ്പിൾ. പാർവതി ചത്ത അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ പ്രഭാവതിയുടെയും വിനയുടെയും തലയിൽ വീഴുന്ന വിധം ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്തു. അത് ഞാൻ പോലീസിനെ വിശ്വസിപ്പിക്കും. പാർവതിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പോലീസ് പ്രഭാവതിയെയും വിനയെയും അറസ്റ്റ് ചെയ്യും. തീർന്നില്ലേ കഥ? റിയ, നീ ആള് ബുദ്ധിരാക്ഷസി തന്നെ. നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇതെല്ലാം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ജിത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നതാ. ജിത്തിനു വേണ്ടി ഇനിയും ഞാൻ എന്തു വേണേലും ചെയ്യും. എനിക്കതറിയാം. നമുക്ക് ഈ അലച്ചിലുകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്നൊന്ന് സ്വസ്ഥമാവും. ശത്രുക്കൾ ഒഴിഞ്ഞു പോയാൽ പിന്നെ കാര്യങ്ങളെല്ലാം സ്വസ്ഥമാവുമല്ലോ ജിത്തിൻ. നമ്മുടെ അധ്വാനത്തിന് ഏതാണ്ട് ക്ലൈമാക്സ് ആവാറായി. അധികം വൈകാതെ തന്നെ നമ്മൾ ഇവിടുന്ന് പറക്കും. പാർവതി.